ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന ബോർഡ് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ കഴിയും. ഇത് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് പോലെ തന്നെ APJ അബ്ദുൽ കലാം മാർഗ് എന്നും ഇതിന് പേര് പറയുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ വളരെ രസകരമാണ്, പക്ഷേ വെള്ളത്തിലേക്ക് നോക്കിയാൽ അപ്പോൾ 20 രൂപ മാത്രമാണ് നമുക്ക് ഇതിൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അത് നമ്മളവിടെ പഞ്ച് ചെയ്തതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ബോർഡ് കണ്ടു. ഫോർട്ട് കൊച്ചി ബീച്ച്, വാസ്കോ ഡ ഗാമ സ്ക്വയർ, സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആരോകളൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും കുറച്ച് സമയം കൂടെ നമുക്കിവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ട്രാവലിംഗ് ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവാണ്. മറൈൻ ഡ്രൈവ് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പോവുകയാണ്. മറൈൻ ഡ്രൈവ്, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ, വാട്ടർ മെട്രോ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. നല്ലൊരു എപ്പിസോഡാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. നമ്മൾ ഈ കയറി പോകുന്നത് റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലത്തിലാണ് നമ്മൾ കയറി പോകുന്നത്. മറൈൻ ഡ്രൈവ് ഒരുപാട് ദൂരം നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയാണ്. അതിൻ്റെ ഇരു സൈഡിലും കാഴ്ചകൾ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് റെയിൻബോ ബ്രിഡ്ജ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചു, എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല കണ്ടെത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ലോങ് പിക്ചർ എടുത്ത് നോക്കുമ്പോൾ അത് ഒരു മഴവിലിനെ പോലെ കറക്റ്റായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ഈ പേര് വന്നത് എന്ന് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കാഴ്ചക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് ലൈവായിട്ട് പറയാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് നമ്മൾ പിന്നീട് ഇതിന് വോയിസ് കൊടുക്കുന്നത്. എന്തോ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്നുള്ളൊരു ചെറിയൊരു പേടി, അത് കാരണമാണ് ലൈവിൽ വലുതായിട്ടൊന്നും സംസാരിക്കാത്തത്. ഞാൻ 2-3 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ പ്രോഗ്രാമായിട്ട് വന്നതാണ്. അപ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ വളരെ മനോഹരമാണെങ്കിലും നമ്മളിപ്പോൾ കണ്ടു. നേരെ നോക്കുമ്പോൾ വളരെ മനോഹരമാണെങ്കിലും അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. കുറച്ചും കൂടെ നീറ്റും ക്ലീനും ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് മനോഹരമായിരുന്നേനെ ഈ കാഴ്ചകൾ. ഇവിടെ ഒരു സൈഡ് നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാതെ പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ബോട്ടുകൾ കാണാൻ കഴിയും. അപ്പുറത്തെ സൈഡുകളിൽ വളരെ മനോഹരമായിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ കഴിയും. ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന ബോർഡ് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ കഴിയും. ഇത് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് പോലെ തന്നെ APJ അബ്ദുൽ കലാം മാർഗ് എന്നും ഇതിന് പേര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പലയിടത്തായിട്ട് ഈ ബോർഡ് കാണാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആ പാത നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ സൈഡിലായിട്ട് നമ്മുടെ വാട്ടർ മെട്രോയുടെ കെട്ടിടവും നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു വാട്ടർ മെട്രോ ഒതുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാത നമുക്ക് നേരെ ഒരുപാട് ദൂരം നടന്നു പോകാൻ കഴിയും. ഞാൻ വന്ന സൈഡിലേക്കും ഒരുപാട് ദൂരം നടന്നു പോകാൻ കഴിയും. ബസ്സിലാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ചോദിച്ചാണ് വന്നത്. അങ്ങനെ നമ്മൾ ഇതുവരെ എത്തി. വാട്ടർ മെട്രോയുടെ കെട്ടിടമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകാനുള്ളത്. എന്തായാലും നമ്മൾ നേരെ പോകുന്നു. പോയതിന് ശേഷം നമുക്ക് തിരിച്ച് വന്ന് വാട്ടർ മെട്രോയിലൊക്കെ കയറാം എന്നുള്ള പ്ലാനിൽ നേരെ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡിലെ ബിൽഡിങ്ങുകൾ വളരെ മനോഹരമാണ്. ഈ സൈഡിലെ കായൽക്കരയിലെ കാഴ്ചകളും വളരെ മനോഹരമാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ് വന്ന റെയിൻബോ ബ്രിഡ്ജ് പോലെ തന്നെ വേറൊരു പാലവും ആ വഴിക്ക് തന്നെ ഉണ്ട്. മറൈൻ ഡ്രൈവിലെ കാഴ്ചകളിൽ ഒരുപാട് ആൾക്കാർ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നു. അവിടെ ഇരിക്കുന്നു, ആഹാരങ്ങൾ കഴിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. ഒരുപാട് പേര് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നു. കാപ്പിൽ ബീച്ച് ചെയ്തപ്പോൾ ഉള്ള അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല കുടകൾ കാണുന്നു. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായിരുന്നാലും അവരവരുടെ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു. എന്തായാലും വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം പല സ്ഥലങ്ങളിൽ കുടകളുണ്ട്. ഇത് അടുത്തൊരു ബ്രിഡ്ജിൽ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യമാണ്. നമ്മൾ ഉച്ച സമയത്താണ് ഏകദേശം വന്നിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് ഒരു പാർക്കല്ല, ഒരു ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന് മുന്നേ ചെടികൾ നട്ടിട്ടുണ്ട്. ഈ നടന്നു പോകുന്ന പാതയും വളരെ മനോഹരമാണ്. പിന്നെ വെള്ളത്തിൽ മാത്രമേ നമുക്ക് കുറച്ച് വൃത്തിഹീനമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെ നടന്നു പോകുന്ന പാതയുടെ 2 സൈഡും നല്ല ചെടികളൊക്കെ നട്ട് വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്.
എന്തായാലും മുന്നോട്ട് പോയി ഇത് ഏതുവരെ പോകുമെന്നുള്ളത് അറിയണമല്ലോ. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ നമുക്ക് മുന്നിലോട്ട് പോയി നോക്കാം. കുറച്ച് മുന്നിലൂടെ ചെല്ലുമ്പോഴും ഇതുപോലെ നമുക്കൊരു അബ്ദുൽ കലാം മാർഗിൻ്റെ ആ പേര് കൊത്തി വെച്ചിട്ടുള്ള ഒരു സ്തൂപം കാണാൻ കഴിയും. ഇവിടെ ഒരു ഫലകത്തിൽ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മീനിങ് ഉള്ള ഒരു വാചകമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഒരാളെ പരാജയപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ഒരാളെ ജയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ അർത്ഥങ്ങൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കോട്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും ഇടത് സൈഡിലായിട്ട് വളരെ ചെറുതും വളരെ വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടുകളൊക്കെ ഒതുക്കിയിട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതുപോലെ തന്നെയാണ് ചവറുകൾ ഇങ്ങനെ കൂട്ടി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച. മുകളിലേക്ക് നോക്കിയാൽ വളരെ രസകരമാണ്, പക്ഷേ വെള്ളത്തിലേക്ക് നോക്കിയാൽ വളരെ പരിതാപകരമാണ്. വഴിയിൽ നിന്ന് എനിക്കൊരു പുതിയ നിയമം ബൈബിൾ കൂടെ കിട്ടി. അപ്പോൾ വായിച്ചിട്ട് ആരെങ്കിലും മറന്നു വെച്ചിട്ട് പോയതാവാം ചിലപ്പോൾ, അറിയില്ല. എന്തായാലും ഞാനത് എൻ്റെ കൂടെ കൂട്ടുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു തിരിച്ചു വരുമ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറുമെന്ന്. തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ എന്തായിരുന്നാലും 20 രൂപ പാസേ ഉള്ളൂ. 2 സ്ഥലങ്ങളിലേക്കാണ് ഇവിടുന്ന് വാട്ടർ മെട്രോ പോകുന്നത്. ഒന്ന് വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കും 2 ബോൾഗാട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കും. അപ്പോൾ 20 രൂപ മാത്രമാണ് നമുക്ക് ഇതിൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അത് നമ്മളവിടെ പഞ്ച് ചെയ്തതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. 20 രൂപയാണ്. ഒന്ന് 20 മിനിറ്റും ഒന്ന് 8 മിനിറ്റും ദൈർഘ്യമുള്ള യാത്രയാണ്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചാൽ ഇതുപോലുള്ള ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് നമുക്ക് കിട്ടുക. ആൾക്കാർ വരിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മളും കൂട്ടത്തിൽ കൂടി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയമായി, നമുക്ക് അകത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും പോകുന്നതിന് പുറകെ ഞാനും പോയി. കാരണം ഞാനിത് മുന്നേ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. വൈപ്പിൻ പോയി ഇറങ്ങിയിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് അവരുടെ പുറകെ നമ്മൾ പോവുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് നേരെ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് ആകെ 20 മിനിറ്റുകളാണ് വാട്ടർ മെട്രോയിൽ ചിലവഴിക്കാൻ കഴിയുന്നത്. അകത്തേക്ക് വരുമ്പോൾ നമ്മൾ സൈഡിലായിട്ട് വേറെയും വാട്ടർ മെട്രോകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ മെട്രോയിലാണ് നമുക്ക് പോകാനുള്ളത്. അകത്തേക്ക് കയറുകയാണ്. നമുക്ക് ഇനി നേരെ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അങ്ങിങ്ങായിട്ട് ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ സൈഡ് സീറ്റ് നമുക്ക് കിട്ടിയില്ല. ആൾക്കാർ വന്ന് നേരത്തെ സീറ്റ് പിടിച്ചു. എന്തായാലും സീറ്റ് കിട്ടി. ആ ഒരു സീറ്റിൽ ഞാൻ നിലയുറപ്പിച്ച് ഇരുന്നു. വളരെ മനോഹരമാണ്. അകത്ത് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ വാട്ടർ മെട്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുമുണ്ട്. നമ്മുടെ വാഹനം പുറപ്പെട്ടു തുടങ്ങി. വാഹനമല്ല, ബോട്ട് പുറപ്പെട്ടു. എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. കാരണം എന്നെപ്പോലെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ ഇതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാതെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു 20 രൂപ ടിക്കറ്റിൽ ഇതിൽ പോകുമ്പോൾ ഒരു വിനോദത്തിന് വേണ്ടി ആയിരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും അതുപോലെ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം മറൈൻ ഡ്രൈവിനെ കുറിച്ച് സംസാരിക്കാം. കേരളത്തിലെ കൊച്ചിയിലെ ഒരു പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് മറൈൻ ഡ്രൈവ്. അറബിക്കടലിൻ്റെ തീരത്തായി കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ പ്രധാന ആകർഷണങ്ങൾ ഇവിടുത്തെ ചീനവലകളും മഴവിൽ പാലവുമാണ്.
വൈകുന്നേരങ്ങളിൽ ഇവിടെ ധാരാളം സന്ദർശകർ എത്താറുണ്ട്. കൂടാതെ ഇവിടെ ധാരാളം ഷോപ്പിംഗ് സ്ഥലങ്ങളും ഭക്ഷണശാലകളും സ്ഥിതി ചെയ്യുന്നു. കായലിന്റെ തീരത്തു കൂടിയുള്ള ഒരു കാൽനടപ്പാത ഇവിടെ കേരള ഹൈക്കോടതിയുടെ മുൻപിൽ നിന്ന് തുടങ്ങി രാജ്യാന്തര മൈതാനം വരെ നീളുന്നു. നിരവധി ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ സാധിക്കും. പോകുന്ന വഴിക്ക് 2 വലിയ കപ്പലുകൾ ചരക്ക് കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. നമ്മൾ ഇതിൽ കാണുന്നത് പോലെയല്ല, വളരെ വലിപ്പമേറിയ കപ്പലുകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഡോൾഫിന് ചാടുന്നതായിട്ടും കാണാൻ കഴിഞ്ഞു. നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ജങ്കാർ കാണാം. നമ്മൾ വൈപ്പിൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ മെട്രോ അടുപ്പിച്ചു. നമ്മൾ വൈപ്പിൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഒരു മനോഹരമായിട്ടുള്ള യാത്ര. എല്ലാവരുടെയും കൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ കുറച്ച് ദൂരം അകത്തേക്ക് നടന്ന് വന്നതുപോലെ അതുപോലെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. എല്ലാവരുടെയും കൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല, എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് പിടുത്തമില്ല. അങ്ങനൊരു ചിന്തയിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായിരുന്നാലും വാട്ടർ മെട്രോ കയറി നമ്മൾ മറൈൻ ഡ്രൈവ് കഴിഞ്ഞു, ഇതുവരെ എത്തി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാമെന്ന് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം. പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ട ജങ്കാർ അവിടെ ഒതുക്കിയിട്ടിരുന്നു. നമ്മൾ വന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടേക്കാണ് കൂടുതലും പോയത്. അപ്പോൾ എന്തായിരുന്നാലും ജങ്കാറിൻ്റെ അടുത്തേക്ക് ഞാനും പോകാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ സാധിച്ചു. വെറും 3 രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട്. 3 രൂപ. ഈ കാണുന്നത് വൈപ്പിൻ മെട്രോ വാട്ടർ മെട്രോയുടെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ആ ജങ്കാറിലേക്ക് കയറി. 3 രൂപയേ ഉള്ളൂ. ജങ്കാർ നമുക്കറിയാം, നമുക്ക് പരിചിതമല്ല, അതായത് എനിക്ക് പരിചിതമല്ല. നമ്മളിവിടെയെങ്കിലും ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ വളരെ കുറവാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇതിനകത്ത് വണ്ടികൾ അതുപോലെ തന്നെ കയറ്റിയിട്ട് അപ്പുറത്തെ കരയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ലോഡ് വണ്ടിയുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെ തുടങ്ങിയ വാഹനങ്ങളെല്ലാം അതേപടി തന്നെ ഈ ജങ്കാറിനകത്തേക്ക് കയറ്റിയതിന് ശേഷം ആൾക്കാരുണ്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഇറക്കുകയാണ്, ഇതേപടി തന്നെ ഇറക്കുകയാണ് ചെയ്യുന്നത്. ആൾക്ക് ഒന്നിന് ഒരു 3 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോകുന്ന യാത്രയിൽ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഡോൾഫിൻ ചാടുന്നത് കാണാൻ കഴിയും. ഇതിൽ വളരെ കുഞ്ഞായിട്ട് മാത്രമേ കാണാൻ കഴിയുതാണ്ട്, അതാണ് ഡോൾഫിൻ ചാടുന്നത്. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോഴും പലപ്പോഴായിട്ട് കണ്ടു. ഈ യാത്രയിലും ഒരുപാട് പ്രാവശ്യം ഡോൾഫിൻ ഇങ്ങനെ ചാടി വരുന്നതായിട്ട് നമ്മൾ ലൈവായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജങ്കാർ യാത്ര തുടങ്ങി. എല്ലാവരും ഇങ്ങനെ ആ വാഹനത്തിൽ തന്നെ നിൽക്കുകയാണ് ഇനി അടുത്ത കരയിലേക്ക് പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയിൽ നമുക്ക് വള്ളങ്ങളും അതുപോലെ തന്നെ ബോട്ടുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഏകദേശം നമ്മുടെ ജങ്കാർ കരയ്ക്കോട് അടുക്കുകയാണ്.
അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പുകളെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നു. ഏകദേശം കരയോട് അടുത്ത് വരുന്നു. ആ പ്ലാറ്റ്ഫോമോട് ചേർന്ന് ഉള്ള ഒരു സംഭവം അതിലേക്ക് ചേർത്ത് നിർത്തുന്നു. അതിനുശേഷം സുഗമമായിട്ട് വണ്ടി ഇറക്കി പോകാൻ പറ്റും, ആൾക്കാർക്ക് നടന്ന് ഇറങ്ങാനും പറ്റും. അങ്ങനെ വന്ന വണ്ടികളെല്ലാം ആദ്യം കയറിയ ആൾക്കാർക്ക് ആദ്യം ഇറങ്ങാം. അങ്ങനെ ആൾക്കാരും ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനി തിരിച്ചു പോകുന്ന ആൾക്കാരും ഇതിലേക്ക് കയറുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴേ അകത്തേക്ക് കയറിപ്പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ബോർഡ് കണ്ടു. ഫോർട്ട് കൊച്ചി ബീച്ച്, വാസ്കോഡ് ഗാമ സ്ക്വയർ, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആരോകളൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും കുറച്ച് സമയം കൂടെ നമുക്കിവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നടന്ന് കാണുക തന്നെ. ആ റോഡിൻ്റെ സൈഡിൽ കൂടെ മുന്നേക്ക് നടന്നു ഒരുപാട് കടകൾ കാണാൻ സാധിക്കുന്നു. അതിനുപരി ഈ മരങ്ങൾ വളരെ മനോഹരമാണ്. ഈ മരങ്ങൾ കാണാൻ വേണ്ടി വലിയ വലിപ്പമേറിയ മരങ്ങൾ, അതിൻ്റെ ചുവട്ടിൽ കച്ചവട സ്ഥലങ്ങൾ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് കടലും ഉണ്ട്. ആ റോഡ് നേരെ നടന്നു വരുമ്പോൾ നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കാനുള്ള മാർഗമൊന്നുമില്ല. നടന്ന് കയറി പോകാം, നടന്ന് കാഴ്ചകൾ കാണാം. വളരെ വിശാലമായിട്ടുള്ള ഒരു പാതയിലേക്ക് നമ്മൾ കയറുന്നു. ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെ നീണ്ട നിര തന്നെ കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വളരെ വലിപ്പമേറിയ മരങ്ങളും, അതുപോലെ തന്നെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും, ആഹാര സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കടകളും, അതിനപ്പുറത്തേക്ക് ബീച്ചും, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം. ഞാൻ കുറച്ചും കൂടെ തിരക്ക് പ്രതീക്ഷിച്ചു. ഈ സമയമായതുകൊണ്ടാവാം ഇവിടെ വളരെ തിരക്ക് കുറവാണിപ്പോൾ. പുറകിൽ നമുക്ക് ചീനവല കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെയും കാണാൻ സാധിക്കും. സ്വദേശീയരും വിദേശീയരും കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് വലത്തേക്കൊരു ചെറിയൊരു വഴി തിരിയുന്നുണ്ട്. എന്തായിരുന്നാലും കടലിനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം. ഇവിടെ നിന്ന് നോക്കിയാലും വളരെ വ്യക്തമായിട്ട് ചീനവലയും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരെയും കാണാൻ പറ്റും കേട്ടോ. അങ്ങിങ്ങായിട്ട് കുറച്ച് സഞ്ചാരികളും ഉണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു ദൃശ്യം ഇവിടെ നിന്ന് ലഭ്യമാകും. അതുപോലെ തന്നെ നട്ടുച്ച സമയമായതിനാൽ നല്ല ചൂടുമുണ്ട്. അതുപോലെ തന്നെ കടൽക്കരയിലായതിനാൽ നല്ല കാറ്റുമുണ്ട്. ഇവിടെ കുറച്ച് ചേട്ടന്മാർ വേറെ ആരും നോക്കുന്നില്ല, അവർ അവരുടെ തൊഴിൽ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെ വീശുവല എന്നാണ് ഈ വലയ്ക്ക് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ചേട്ടന് മീൻ ലഭിച്ചു. അത്യാവശ്യം സൈസുള്ള മീനാണ്. ഇവർ വേറെ ആരെയും നോക്കുന്നില്ല, അവരുടെ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത്യാവശ്യം വലിയ ഒരു മീൻ തന്നെ കിട്ടി. അത് ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെയും ഈ വെയിലും ഒന്നും നോക്കുന്നില്ല, അടുത്ത അവരുടെ ജോലികളിൽ തന്നെ ഏർപ്പെട്ട് നിൽക്കുകയാണ്. ഈ കാണുന്നത് പണ്ട് കാലത്ത് കപ്പലുകളിൽ ഉപയോഗിച്ചു വന്നിരുന്ന പഴയ സ്റ്റീം ബോയിലറുകളാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കടൽ കയറി വന്നതിൻ്റെതാവാം കരയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാണാൻ കഴിയും. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അതിനിടയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പണ്ടത്തെ ഒരു പീരങ്കി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് കൊച്ചി കോട്ടയുടെ ഭാഗങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ ആദ്യം നിർമ്മിച്ച കോട്ടയാണ് കൊച്ചി കോട്ട. ഫോർട്ട് മാനുവൽ ഡി കൊച്ചി എന്നാണ് പോർച്ചുഗീസുകാർ ഇതിനെ വിളിച്ചിരുന്നത്. ഈ കോട്ടയ്ക്ക് ഫോർട്ട് മാനുവൽ എന്നും പേരുണ്ട്. ഇത് പോർച്ചുഗീസുകാരുടെ ഒരു ശക്തി കേന്ദ്രവും കൊച്ചി രാജാവും പോർച്ചുഗൽ രാജ്യവും തമ്മിൽ തന്ത്രപരമായ സഖ്യത്തിന്റെ പ്രതീകവുമാണ്. പോർച്ചുഗൽ രാജാവായ മാനുവൽ ഒന്നാമന്റെ പേരിൽ അറിയപ്പെടുന്ന ഇത് ഏഷ്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ടയായിരുന്നു. ഈ കടൽക്കരയിലൂടെ ഇങ്ങനെ നടന്ന് ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നേരത്തെ നമ്മൾ ബോർഡ് കണ്ടതും ഈ വഴിയും അപ്പുറത്തൊരു വഴിയും കൂടെ പോയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. ഈ കടൽക്കരയിൽ ഒരുപാട് മരങ്ങൾ, നമ്മൾ നേരത്തെ വന്ന വഴിയിലും അതുപോലെ തന്നെ ഇനി പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് തണൽ വിരിച്ച മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആൾക്കാർ വന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ വഴി കുറേ ദൂരം നടന്ന് വരുമ്പോൾ ഇവിടെ അടുത്തൊരു ജംഗ്ഷൻ പോലുള്ള സ്ഥലമെത്തി, അല്ലെങ്കിൽ ആ നടപ്പാത തീരുന്ന സ്ഥലമെത്തി. ഇവിടെ ഒരു മനുഷ്യൻ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം വണ്ടികളും കടകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സൈഡിൽ മനോഹരമായിട്ട്
കൊച്ചി എന്നെഴുതിയിട്ടുണ്ട്. ഐ ലവ് ഫോർട്ട് കൊച്ചി എന്നൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം മെയിൻ ബീച്ചിൻ്റെ സ്ഥലമെന്ന് തോന്നുന്നു. ആൾക്കാരൊന്നും ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ഥലം അറിയാൻ പറ്റുന്നില്ല. കൊച്ചി ഇറ്റ്സ് എ ഫീലിംഗ് എന്നുള്ള ബോർഡൊക്കെ എഴുതി മനോഹരമാക്കിയിട്ടുണ്ട്. അത് അവരവർക്ക് അവരുടെ നാടുകൾ എന്തായിരുന്നാലും വളരെ മനോഹരമാണ്. അവരവരുടെ നാടുകൾ എപ്പോഴും സൗന്ദര്യമുള്ളതാണ്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ശ്മശാനം കാണാൻ കഴിയും. ഇത് വെറും ഒരു ശ്മശാനമല്ല, ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന ഒരു ശ്മശാനമാണ് ഇത് ഡച്ച് സെമിത്തേരിയാണ്. കടൽ തീരത്തിന് സമാന്തരമായി പോകുന്ന സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നുള്ള റോഡിൽ ഡച്ച് സെമിത്തേരി നിലകൊള്ളുന്നു. 1724 സമർപ്പിക്കപ്പെട്ട സെമിത്തേരി രാജ്യത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്കാലത്തെ ഡച്ച് വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച സെമിത്തേരി ചുറ്റുമതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രവേശന തൂണിൽ 1724 വർഷം കൊത്തിവെച്ചിരിക്കുന്നു. 104 എണ്ണമുള്ള എപ്പിറ്റാഫുകൾ ശവകുടീരങ്ങളും ഡച്ച് ബ്രിട്ടീഷ് പൗരത്വമുള്ള നൂറുകണക്കിന് ആളുകളുടെ ആധികാരിക രേഖകൾ വഹിക്കുന്നു. പല ശവകുടീരങ്ങളും കരിങ്കല്ലും ചുവന്ന ലാറ്ററൈറ്റും കൊണ്ട് നിർമ്മിച്ചതാണ്. അവയ്ക്ക് കുരിശില്ല. വലിയതും ചെറിയതുമായ ശവകുടീരങ്ങളുണ്ട്. എപ്പിറ്റാഫുകളിലെ ലിഖിതങ്ങൾ പഴയ ഡച്ച് ലിപിയിലാണ്. സെമിത്തേരി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആണ്. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് CSI ചർച്ച് ഇവിടെ അടക്കം ചെയ്ത ആളുകളുടെ രേഖകൾ സൂക്ഷിക്കുന്നു. സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച TW വെൻ പറയുന്നതനുസരിച്ച് ഈ സെമിത്തേരിയിൽ അവസാനമായി അന്ത്യവിശ്രമം കൊള്ളുന്നത് ക്യാപ്റ്റൻ ജോർജ് എദൽബെർട്ട് വിംഗ്ലർ ആണ്. 1913 അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. ഇത്രയും ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന ഒരു സെമിത്തേരി ആണെങ്കിലും ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എപ്പോൾ തുറക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അറിയുന്നവർ പറയുക, അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് കാണാനുള്ള ഒരു അവസരമെങ്കിലും ഒരുക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി. ആ വഴി മുന്നിലേക്ക് നടന്ന് നമ്മൾ എത്തുന്നത് സെന്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ്. ഇവിടെയും ധാരാളം സഞ്ചാരികൾ വന്ന് നിൽക്കുന്നുണ്ട് പള്ളി കാണാൻ വേണ്ടിയിട്ട്. വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് വിശുദ്ധ ഫ്രാൻസിസ് CSI പള്ളി. 1503 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി. ഇന്ത്യയിൽ കോളനി ഭരണത്തിനായി വിവിധ യൂറോപ്യൻ അധിനിവേശ ശക്തികൾ നടത്തിയ പോരാട്ടങ്ങളുടെ മൂകസാക്ഷി എന്ന നിലയിൽ ഈ പള്ളിക്ക് വലിയ ചരിത്ര പ്രാധാന്യമാണുള്ളത്. വാസ്കോഡ ഗാമയുടെ ശവശരീരം ആദ്യം മറവ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന നിലയിലും ഈ പള്ളിക്ക് പ്രാധാന്യമുണ്ട്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം ആദ്യം കണ്ടുപിടിച്ച വാസ്കോഡ ഗാമ 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. വാസ്കോഡ ഗാമയെ തുടർന്ന് പെഡ്രോ അൽവാരിസ് കബ്രാൾ, അൽഫോൺസോ ഡി അൽബുക്രക് എന്നിവരും കേരളത്തിലെ കൊച്ചി രാജാവിന്റെ അനുവാദത്തോടുകൂടി ഇവർ കൊച്ചി രാജ്യത്ത് ഒരു കോട്ട പണിതു. ഈ കോട്ട നിലകൊള്ളുന്ന പ്രദേശമാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന് വിളിക്കുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ മരം കൊണ്ട് ഇവർ ഒരു പള്ളി പണിഞ്ഞിരുന്നു അത്രേ. വിശുദ്ധ ബർത്തലോമിയോവിനായിരുന്നു ഈ പള്ളി സമർപ്പിച്ചിരുന്നത്. പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് 1506 മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കല്ലുപയോഗിച്ച് പുനർനിർമ്മിക്കാൻ കൊച്ചി രാജാവ് അനുമതി നൽകി. സാമൂതിരിക്കെതിരായ യുദ്ധങ്ങളിൽ സഹായിച്ചതിന് പ്രത്യുപകാരമായാണ് ഈ അനുമതി നൽകപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഇഷ്ടികകളും ചാന്തും ഉപയോഗിച്ച് പള്ളി പുതുക്കി പണിയപ്പെട്ടു. ഓടുമേഞ്ഞ ഒരു മേൽക്കൂരയും ഇവർ നിർമ്മിച്ചു. 1516 പുതിയ പള്ളി നിർമ്മിക്കപ്പെടുകയും ഇത് വിശുദ്ധ അന്തോണിസിന് സമർപ്പിക്കപ്പെടുകയും ചെയ്തു. കൊച്ചിയിലെ പ്രയാണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ സാധിച്ചു. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. ഇനി അത് വരും എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൾ കേരള യാത്രയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ എപ്പിസോഡ് കണ്ട് ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കേരള യാത്ര ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.